വസന്ത് തെങ്ങുംപള്ളി ഇതാ 37 സീറ്റിലെ പട്ടിക നമ്മളിതാ ഈ രാത്രിയിലും കാത്തിരിക്കുകയാണ്. ആ മണ്ഡലങ്ങളിലൊക്കെ എതിർ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി 2 റൗണ്ട് റോഡ് ഷോയും കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുകയാണ്. ഇനി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുള്ള മണ്ഡലങ്ങളിലാവട്ടെ പൊട്ടലും ചീറ്റലുകളാണ്. ഇന്ന ആൾ ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നു. പലയിടത്തും കോൺഗ്രസ്സുകാർ റിബലുകളാകാൻ ഒരുങ്ങുന്നു. ഘടകകക്ഷിക്ക് കൊടുത്ത മണ്ഡലങ്ങളിലടക്കം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മസ്റ്റ് വിൻ ആണ്, ഡു ഓർ ഡൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരത്തിലാണോ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? അത്ഭുതമാണ്. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ ഗ്രാൻഡ് ഓൾഡ് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും തർക്കങ്ങളില്ലാതെ, ജനാധിപത്യപരമായ സംസാരങ്ങളില്ലാതെ, ഡിബേറ്റുകളില്ലാതെ, ഒന്നിലേറെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാതെ പട്ടിക പ്രഖ്യാപിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് എന്തെങ്കിലും ആദ്യം സ്ഥാനാർത്ഥി പട്ടികയുമായി മുമ്പോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാന ദിവസം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? ആ ദിവസം വന്നാൽ സ്ഥാനാർത്ഥി. ഇനി ശ്രീ അഭിലാഷ്, അങ്ങയോട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, അങ്ങ് കേരളത്തിലെ വോട്ടർമാരെ വെറുതെ ചെറുതായി കാണരുത്, അവരെ കുറച്ച് കാണരുത്. ഈ റോഡ് ഷോയുടെ പളപളപ്പും അവിടെ കാണുന്ന പാട്ടിൻ്റെ ഓളവും ഒക്കെ കേട്ടാണോ ജനം വോട്ട് ചെയ്യുക? അവരെ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി. അതിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ പെൻഷൻ മുതൽ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും, അതിൽ തർക്കമൊന്നുമില്ല. ജനങ്ങള് ഈ പ്രചരണത്തിന്റെ മേളം കണ്ടല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ അതിനോട് യോജിക്കാം. പക്ഷേ ശ്രീ വസന്ത്, സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്തവരാണോ ഒരു നാടിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത് എന്നും ജനങ്ങൾ ആലോചിക്കാം. എത്ര ഘടനാപരമായി എത്ര നല്ല നിലയിലാണ് നിങ്ങളുടെ സംവിധാനം എന്നൊരു ചോദ്യം കൂടി ഈ സംവിധാനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. മറുവശത്ത് ഒരു ലീഡറുണ്ട്. ഇവിടെ ലീഡർമാരുടെ പടയാണ്, എല്ലാവർക്കും ആകണമെന്ന ആഗ്രഹമാണ്. അപ്പോൾ ആളുകൾ ആ നിലയ്ക്ക് കൂടി വിലയിരുത്തില്ലേ? മറുവശത്ത് ലീഡർ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ഇലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യ മണിക്കൂറിൽ വന്ന CPM-ന്റെ ലിസ്റ്റിൽ കള്ളനുണ്ട്, കൊള്ളക്കാരനുണ്ട്, കൊലപാതകിയുണ്ട്. അങ്ങനെ വളരെ വൈവിധ്യമാർന്നൊരു ലിസ്റ്റാണ്. ജട്ടിക്കള്ളനും സ്വർണ്ണക്കൊള്ളക്കാരനും കൊലപാതക കേസിലെ പ്രതിയടക്കം ചേരുന്നതാണ് അവരുടെ ലിസ്റ്റ്, LDF-ന്റെ ലിസ്റ്റ്. ആ ലിസ്റ്റുമായിട്ടാണ് ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ജനം ചൂലുകൊണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത്ഭുതം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഒരു ലിസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി, അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും എൻ്റെ ആളും 41 കള്ളന്മാരെയും ചേർത്തുകൊണ്ട് ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ഒന്ന് ഇവരെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് MLA-മാരാണ്. ആ സിറ്റിംഗ് MLA-മാരെ അങ്ങ് പ്രഖ്യാപിച്ചാൽ മതി. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ വളരെ അത്ഭുതാവഹമായ രീതിയിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ CPM-നെതിരായി എതിർ ശബ്ദമില്ലാത്ത ജില്ലയുണ്ടോ? അങ്ങ് പറ. തിരുവനന്തപുരത്തില്ലേ, കൊല്ലത്തില്ലേ, കോട്ടയത്തില്ലേ, ആലപ്പുഴയിലില്ലേ, എറണാകുളത്തില്ലേ, അങ്ങനെ തുടങ്ങി കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും CPM-ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ എതിർ ശബ്ദങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ ഇല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് MLA-മാരോ മുൻ MLA-മാരോ ഒന്നുമില്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവരുടെ കൂട്ടത്തിലോ MLA-മാർ, മുൻ MLA-മാർ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ അടക്കമുള്ളവർ അവരെ വിമത സ്ഥാനാർത്ഥികളാകുകയാണ്. അവരുടെ പാളയം വിട്ടുപോകുകയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം? ഒരു 10 സെക്കൻഡ്. അതിൻ്റെ പ്രശ്നം അങ്ങ് എന്നോട് ചോദിച്ച ഉത്തരമാണ്. ഇത് അപ്പുറത്തൊരു ലീഡറുണ്ട്, അവിടെ ഒരു ലീഡറേ ഉള്ളൂ, ഒരു ലീഡർ. അതായത് അവിടെ ഒരു ഏകാധിപതിയാണുള്ളത്. ആ ഏകാധിപതി പറയുന്നതിന് അപ്പുറത്തേക്ക് കമ എന്നൊരു അക്ഷരം മിണ്ടണ്ട എന്നുള്ളതാണ് നിലപാട്. ഏറ്റവും വലിയ ജനകീയയാണ് എന്ന് ഇവർ തന്നെ പറയുന്ന KK ശൈലജയ്ക്ക് പോലും സീറ്റ് കിട്ടാൻ വേണ്ടി AKG സെന്ററിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വിലപിച്ചിട്ട് പോലും അവർക്ക് കൊടുത്ത സീറ്റ് UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്. മുമ്പ് അവർ തോറ്റ സ്ഥലമാണ്. ഏകാധിപത്യത്തിന്റെ കീഴിൽ അവരുടെ ലിസ്റ്റിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വരെ തീവ്രത അളക്കാൻ നടന്ന നിങ്ങൾ ഒറ്റപ്പാലത്ത് ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ഇപ്പൊ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നുണ്ട്, എപ്പോഴും തല്ല് ചെണ്ടയ്ക്കും കാശും ആരാർക്കുമാണ് എന്ന് പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ തല്ലുകൊള്ളാൻ നടക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഉടനെ സ്ഥാനാർത്ഥിത്വം. സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനെ പ്രശ്നമുള്ളൂ, അപ്പുറത്തുനിന്ന് വരുന്ന ആർക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കാന്നൊക്കെയുള്ള അവസ്ഥയുണ്ട്. അങ്ങനെ 100,000 കാര്യങ്ങൾ പറയാറുണ്ട് നമുക്ക്. പക്ഷേ ഇന്നത്തെ കോർ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി വരുന്നില്ല.